Hello everyone, welcome to another segment of Cooking with JJP. എന്തുകൊണ്ട് വിശേഷം? നമസ്കാരം. സോ സ്കൂളൊക്കെ അടച്ച് എല്ലാവരും വെക്കേഷൻ മോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും എല്ലാവരും കാരണം ലോക്ക്ഡൗൺ കാരണം എല്ലാവരും വെക്കേഷൻ ഓൾമോസ്റ്റ് മോഡിലാണ് പിള്ളേരെല്ലാം. സോ നമ്മളിന്ന് അതുകൊണ്ട് വെക്കേഷൻ മോഡിലോട്ടും സമ്മറിലോട്ടും പോകുന്നതുകൊണ്ടും ചൂടൊക്കെ ആയി വരികയാണ്. അപ്പോൾ ബാക്ക് ഇയറിലായിരിക്കും ഇനി മോസ്റ്റ് ഓഫ് ദ കുക്കിംഗ് ഒക്കെ നടക്കുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇന്നൊരു ബർഗർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഒരു സ്മാഷ് ബർഗർ. സോ സ്മാഷ് ബർഗർ എന്ന് പറയുമ്പോൾ അതിന് 20% ഫാറ്റും 80% നോൺ ഫാറ്റും ഉള്ള ഒരു ബർഗറാണ് ഉണ്ടാക്കുന്നത്. സാധാരണ അത് അങ്ങനെയാണ് അതിൻ്റെ ഫാറ്റും 80% നോൺ ഫാറ്റും ഉള്ള മീറ്റാണ് ബെറ്റർ ബർഗർ ഉണ്ടാക്കാൻ തന്നെ. സോ നമുക്ക് ബർഗർ പാറ്റി ഉണ്ടാക്കണം, സോസ് ഉണ്ടാക്കണം, പിന്നെ കാരമലൈസ് ചെയ്യണം ഓണിയൻസ്. സോ ബേസിക്കലി ഞാൻ ആദ്യമേ ഇത് കാരമലൈസ് ചെയ്യാനായിട്ട് ഇടുവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കാരമലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത് അവിടുത്തെ ബർഗർ സോസ് ഉണ്ടാക്കാം. ഓക്കെ, ഓൾറൈറ്റ്. സോ അത് ഓണിയൻസ് സോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇച്ചിരി ബട്ടർ ഇട്ടു. ബട്ടർ ഇട്ടതിന് ശേഷം ഓണിയൻസ് ഇടാം. ഓൾറൈറ്റ്, ലെറ്റ്സ് മേക്ക് ദ സോസ്. ഓൾറൈറ്റ്, സോസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് മയോണൈസ്. ഓൾറൈറ്റ്, കുറച്ച് മയോണൈസ്, കെച്ചപ്പ്, മയോണൈസിൻ്റെ അതിൻ്റെ നേരെ പകുതി. ഓൾറൈറ്റ്, ഞാൻ ചിപ്പോട്ലെ സോസ് ഒഴിച്ചു കുറച്ച്. അവിടെ അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ചിപ്പോട്ലെ സോസ്. മസ്റ്റാണ്, ചിപ്പോട്ലെ മസ്റ്റർഡ് സോസ്. ഓൾറൈറ്റ്, ഓക്കെ. എൻ്റെ ഫേവറേറ്റ് ആണ് relish. relish ഇടുന്നതിൻ്റെ കാരണം നല്ല ക്രഞ്ചി ആയിട്ടിരിക്കും സോസ്. സോ ഇച്ചിരി ജ്യൂസ് കൂടെ ഇട്ടേക്കാം. ഓൾറൈറ്റ്, കുറച്ച് സോൾട്ട് ഇടാം സോസിൻ്റെ കൂടെ. കുറച്ച് പെപ്പർ ഇടാം. ഓൾറൈറ്റ്, പെപ്പർ ഇട്ടു. നമുക്ക് ഇളക്കാം നല്ലോണം. ജസ്റ്റ് മിക്സ് ഇറ്റ് അപ്പ് ഗുഡ്. ഇതുണ്ടേ, നല്ല സൂപ്പറായിട്ട് വരും. ഇങ്ങനെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, feel like I just want to taste it a little bit. You see? Awesome. It's really good. അപ്പോൾ നമ്മുടെ ഓണിയൻസ് നല്ലോണം വഴറ്റിയെടുക്കണം ഇങ്ങനെ. സോ ഇടയ്ക്ക് ഇച്ചിരി സോൾട്ടും കുറച്ച് പെപ്പറും ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഐറ്റം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കാണ് ഈ ബർഗർ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളിത് ഒഴിക്കുന്നത്. ഇച്ചിരി വൈനാണ്. സോ ഞാൻ ഇച്ചിരി വൈൻ ഒഴിക്കുകയാണ്. കാരണം വൈൻ ഒഴിക്കുന്നതിൻ്റെ കാരണം ഇച്ചിരി നല്ല മോയിസ്റ്റായിട്ടിരിക്കും ഓണിയൻസ്. അതോടൊപ്പം തന്നെ നല്ല ജ്യൂസി ആയിട്ട് വരും. ഓൾറൈറ്റ്, ഇത്രയും വൈനും ഒഴിച്ചു. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. സോ ഇത് ചെറിയ കട്ടിൽ വേണം ഒനിയൻസ് അരിയാൻ. ഇത് കണ്ടില്ലേ? സോ അപ്പോൾ നല്ല മിക്സായിട്ട് വരും. ഒനിയൻസ് ആയിട്ടുണ്ട്. അങ്ങോട്ട് മാറ്റി പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഓൾറൈറ്റ്, സോ നമുക്ക് ബർഗറിൻ്റെ പാറ്റി ഉണ്ടാക്കാം നമുക്ക്. സോ പാറ്റി ഉണ്ടാക്കാൻ വേണ്ടത് ഞാനൊരു ഇച്ചിരി ശകലം ഉപ്പും കുറച്ച് കുരുമുളകും, salt and pepper. Alright, always my favorite, paprika. ഇച്ചിരി paprika അങ്ങോട്ട് ഇടുക. Alright, so make sure you wash your hand before you mix it. So there you go. ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, good. So ബോൾ ഉണ്ടാക്കുമ്പം ഒത്തിരി you don't need to press it hard because ഹാർഡി വേണ്ട, ഇച്ചിരി ലൂസായിട്ടിരിക്കണം അകത്തൊക്കെ. അപ്പോൾ നല്ലോണം മോയിസ്റ്റായിട്ട് വരും, നല്ലോണം ബന്ധ് വരും ഈ ബർഗർ. സോ ഓൾറൈറ്റ്, ഇങ്ങോട്ട് എടുത്ത് വെക്കുക. നമ്മുടെ അടുത്ത പാറ്റിയും എടുത്ത് അതേപോലെ ബോളാക്കി ഇങ്ങനെ വെക്കുക. അപ്പോൾ 2 എണ്ണം കഴിഞ്ഞു. ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കുക.
ശേഷം alright സ്മാഷ് ചെയ്തത് ആ ബ്ലാക്ക് സ്റ്റോൺ ഒരു ബർഗർ സ്മാഷറാണ്. സോ നമ്മുടെ പാറ്റി വെക്കുക, എന്നിട്ട് അടുത്തതും ഇടുക. ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ ആഫ്റ്റർ 10-15 സെക്കൻഡ് യു പുട്ട് ദ parchment paper on top like this, see that, and then press it down for 10 seconds, metal to metal. ഇങ്ങനെ വരും, see this, boom, same thing. എടുക്കുക, ഞാൻ മെറൽ ടു വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതിൻ്റെ സ്മോക്ക് ഉണ്ടല്ലോ സൈഡിൽ കൂടെ പോകാതെ തന്നെ മേളിൽ കൂടെ തന്നെ പോയി അതിൻ്റെ സ്മെല്ലെല്ലാം ആ ബർഗറിനകത്ത് തന്നെ ഇരിക്കും. സോ അപ്പോൾ നമുക്ക് ആ ടേസ്റ്റ് മൊത്തവും കിട്ടും, ഫുൾ ബർഗർ ഓ ത്രൂ ആ ബർഗറിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും. സോ നമുക്ക് ഓൾമോസ്റ്റ് ഈ സൈഡൊക്കെ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാം. സോ ഇച്ചിരി നോക്കി വെക്കുക, ഇങ്ങനെ നമ്മൾ പിടിച്ചിട്ട് ഇതുണ്ടോ ഇതാ. എന്നിട്ട് നമുക്ക് ചീസ് വെക്കണം, അടുത്തേയും അതേപോലെ എടുത്ത് ഫ്ലിപ്പ് ചെയ്യുക. നമുക്ക് അടുത്ത ചീസ് വെക്കാം. സോ നമുക്ക് ഇച്ചിരി ബ്രെഡ് എടുത്തിട്ട് ഇച്ചിരി ബട്ടർ വരട്ടാം അതിനകത്ത്. alright, let's go in there like that. ഇച്ചിരി ബട്ടർ വരട്ടി കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞിരിക്കും ബ്രെഡ്, നല്ല കഴിക്കാനും ഒരു സുഖമാണ് ബട്ടർ വരട്ടിയ. സോ put it up right there like that. സോ നമ്മുടെ ബർഗർ അടിപൊളിയായിട്ട് വരുന്നുണ്ട്, ചീസൊക്കെ നല്ലോണം മെൽറ്റായിട്ട് വരുന്നുണ്ട്. സോ ഇതങ്ങോട്ട് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാനുള്ള സമയം. സോസ് ഓൺ. നമ്മുടെ സോസ് നല്ലോണം 2 ബ്രെഡിനകത്തും പരട്ടണം, നല്ലോണം പരട്ടണം. സോ നമ്മുടെ ബണ്ണ് ഇതിന് മേലോട്ടൊന്ന് വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് കുറച്ച് നമ്മുടെ കാരമലൈസ് ചെയ്ത ഓണിയൻസ് അങ്ങോട്ട് എടുക്കുക, മേലോട്ട് കുറച്ച് വെക്കുക. alright, നമ്മുടെ ബർഗർ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബർഗർ എടുക്കുക. look at this super burger, right? oh my god, look at this, ഓണിയൻസും ചീസും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഓക്കെ ഗായ്സ്, നമ്മൾ അടിപൊളിയായിട്ട് ബർഗർ ഉണ്ടാക്കി, സ്മാഷ് ബർഗർ ഉണ്ടാക്കി, സ്ക്രാച്ച് ചെയ്താണ് ഉണ്ടാക്കിയത്. പാറ്റീസ് ഉണ്ടാക്കി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഓണിയൻസ് കാരമലൈസ് ചെയ്തു, നല്ല ചീസ് വെച്ചു, എനഫ് പെപ്പറും അതിൻ്റെ ബർഗർ സോസ് ഉണ്ടാക്കി. സോ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഇങ്ങനെ കൂടി പിടിച്ചിട്ട് വാവ്, tastes so good. Wow, man. You know what? Not because I made it. This is one of the tastiest burger I ever made it. Oh wow, let me take one more bite here. Super tasty. Look at the juice coming out. So easy to make. You can make it at home. So simple recipe. Anybody can make it. You can make anytime. So super tasty smash burger. So hopefully you guys like it. Make sure you try it at home. Support this channel. Stay on it. Subscribe, like, and share. Hopefully you guys like my smash burger. Till next video. Take care. Bye-bye. All right.